വിവാദ പ്രസ്താവനയുമായി മെഹബൂബ മുഫ്തി. ആക്രമണം കശ്മീരിലെ പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ്, വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് കേന്ദ്ര സർക്കാരെന്നും ആരോപണം. അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീന ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ടെന്ന സൂചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഡയറി കുറിപ്പുകൾ കിട്ടി. അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ഡൽഹി സ്ഫോടനത്തിൽ വിവാദ പ്രസ്താവനയുമായി എത്തിയിരിക്കുകയാണ് PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി. ചെങ്കോട്ടയ്ക്ക് മുന്നിലെ സ്ഫോടനം കശ്മീരിലെ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ആക്രമണമെന്നാണ് പരാമർശം. വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് കേന്ദ്ര സർക്കാരാണെന്നും മെഹബൂബ മുഫ്തി കുറ്റപ്പെടുത്തി. ഈ അന്തരീക്ഷമാണ് കശ്മീരി യുവാക്കളെ വഴിതെറ്റാൻ പ്രേരിപ്പിച്ചതെന്നാണ് മെഹബൂബ മുഫ്തി പറഞ്ഞത്. രാജ്യത്താകമാനം വർദ്ധിച്ചുവരുന്ന അരക്ഷിതാവസ്ഥയെയും ജമ്മു കശ്മീരിലെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളുടെ പരാജയത്തെയും ദേശീയ തലസ്ഥാനത്തെ ചെങ്കോട്ട സ്ഫോടന കേസ് പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് മെഹബൂബ മുഫ്തി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ ലോകത്തോട് കശ്മീരിന്റെ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു. പക്ഷേ കശ്മീരിലെ പ്രശ്നങ്ങൾ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ പ്രതിധ്വനിച്ചു എന്നാണ് മെഹബൂബ മുഫ്തി പറഞ്ഞത്. അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീന ലഷ്കർ ഇ ത്വയ്ബയുമായും ബന്ധമുണ്ടെന്നും സൂചനയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഡയറി കുറിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്നാണ് സൂചന. തുർക്കിയിൽ നിന്ന് അബു ഉക്കാസ എന്നയാളാണ് ഡോക്ടർമാരെ നിയന്ത്രിച്ചത്. അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമ്മർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനും ശ്രമം നടത്തിവരികയാണ്. കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയും ദേശീയ അന്വേഷണ ഏജൻസി പറയുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.